ജയ ജനഹിതം സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി കോൺഗ്രസിൽ നിന്ന് തന്നെയാകുമെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന് ശശി തരൂർ. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് ജനകീയ നേതാവ് എന്ന ഇമേജ് നേടാനായി എന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്ന BJP സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കുള്ള മറുപടിയാകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും തരൂർ പറയുന്നു. അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം സീറ്റുകൾ നേടി മൂന്നാം ഊഴവും അധികാരത്തിലെത്താൻ കച്ചമുറുക്കി കാത്തിരിക്കുകയാണ് BJP. 2019 437 സീറ്റുകളിൽ മത്സരിച്ച BJP 303 സീറ്റുകൾ നേടിയാണ് വിജയിച്ചത്. 422 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആകട്ടെ 52 സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു. 1984 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് 414 സീറ്റുകളെന്ന റെക്കോർഡ് നേട്ടവുമായാണ്. ആ റെക്കോർഡ് മറികടക്കാനാണ് BJP ഇക്കുറി ശ്രമിക്കുന്നത്. എന്നാൽ BJPയുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തെന്നാണ് കണക്കുകൾ നിരത്തി ശശി തരൂർ വാദിക്കുന്നത്. 2019 BJP ഒരു 11 സീറ്റിൽ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് കിട്ടാനുള്ള സീറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഈ 11 സംസ്ഥാനത്ത് താഴെ പോകാൻ. അവർ ഗുജറാത്ത് ഒരു പക്ഷേ വീണ്ടും എല്ലാ സീറ്റും എടുക്കാൻ സാധിക്കുമായിരിക്കും എന്ന് ചിലർ വിചാരിക്കുന്നു, അറിയില്ല. അവിടെയും അവർക്ക് പക്ഷെ 6 സംസ്ഥാനത്ത് ഗുജറാത്ത്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, പിന്നെ ഹിമാചൽ, ഉത്തരാഖണ്ഡ് 6 സംസ്ഥാനത്ത് എല്ലാ സീറ്റും അവർ ജയിച്ചു. അപ്പോൾ അവർക്ക് കയറാൻ വഴിയിൽ താഴെ പോകാനേ സാധ്യതയുള്ളൂ. 3 സംസ്ഥാനത്തിൽ ഒരു സീറ്റ് വിട്ടിട്ട് ബാക്കിയെല്ലാം ജയിച്ചു. മധ്യപ്രദേശിൽ, ബീഹാറിൽ, കർണാടക. പിന്നെ 2 സംസ്ഥാനത്ത് 2 സീറ്റ് വെച്ച് ബാക്കിയെല്ലാം ജയിച്ചു. അത് ഛത്തീസ്ഗഡും വേറൊരു സീറ്റും. അപ്പോൾ അവസാനത്തിൽ അവർ ശക്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് ബാക്കി എല്ലാവിടെയും അവർക്ക് പുതിയ സീറ്റ് കിട്ടാനും വലിയൊരു മാർഗം കാണുന്നില്ല. നഷ്ടം വരാനുള്ള സാധ്യത എല്ലാവരുടെയും കൂടിയിട്ടുണ്ട്. ഡൽഹി ഒരു ഉദാഹരണമാണ്, അവരെല്ലാ സീറ്റും ജയിച്ചു. റൈറ്റ്. ഈ തവണ ഇന്ത്യ മുന്നണിയുടെ ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റും കോൺഗ്രസ് 3 സീറ്റുമുള്ള ഈ പ്രചരണത്തിൽ സാധ്യത ഭയങ്കരമാണ്. ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾക്കാരും കിട്ടാൻ പോകുന്നത് BJPക്കല്ല. കർണാടകയിൽ പോളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 1 സീറ്റ്, കഴിഞ്ഞ ആഴ്ചയിലത്തെ പോളിൽ 17 സീറ്റ്, വേറൊരു പോളിൽ 20 സീറ്റ് കോൺഗ്രസ്സിന്. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നമുക്ക് 2 സീറ്റ് കിട്ടിയുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ പോളിൽ തെലങ്കാനയിൽ 12 സീറ്റ്, ഹരിയാനയിൽ 0 കഴിഞ്ഞ ആഴ്ചത്തെ പോളിൽ 5 സീറ്റ്, ചിലർ 7 സീറ്റ്. ഇതെല്ലാം കാണുമ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കൂടുന്നു, BJPയുടെ താഴുന്നു. കോൺഗ്രസ്സിന് ഒരു ഭൂരിപക്ഷം കിട്ടാൻ ഒരു ആവശ്യവുമില്ല. കോൺഗ്രസ്സിന് ആവശ്യമുള്ളത് ഒരു കോalitionനെ നയിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവണം. അത് ഉറപ്പമായിട്ടും ഉണ്ടാവുന്നുണ്ട്. നേരെ മറിച്ച് BJPക്ക് 32 സീറ്റ് നഷ്ടപ്പെട്ടാൽ അവർ ഭൂരിപക്ഷം പോയി. അവർക്ക് ആകെ 303 ഉള്ളൂ. ഭൂരിപക്ഷത്തിന് 272 വേണ്ടത്. ഈ 32 സീറ്റ് ഞാൻ കണക്ക് തന്നെ പറഞ്ഞ ഇടയിൽ 32 സീറ്റ് പോയി. അതുമീതെ പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ജനങ്ങൾക്കറിയാം തൊഴിലില്ലായ്മ കൂടിക്കൂടി വരുന്നു. അവർ വരുമാന ശമ്പളങ്ങളൊക്കെ താണു പോയിട്ടുണ്ട്. അവർക്ക് വിലക്കയറ്റുന്നത് സഹിക്കാനുള്ള മാർഗ്ഗമില്ല. ഇതെല്ലാം സംഭവിക്കുന്ന സ്ഥിതിയിൽ അവർക്ക് ആലോചിക്കില്ലേ, രാം മന്ദിറിൽ പോയി പ്രാർത്ഥിക്കാൻ നല്ലതല്ല, പക്ഷേ അതിന് ട്രെയിൻ ടിക്കറ്റ് മേടിക്കാൻ കാശും കൂടി ഇല്ലെങ്കിൽ എങ്ങനെ പോയി രാം മന്ദിറിൽ പ്രാർത്ഥിക്കും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ജീവിതമാർഗ്ഗം എന്താണ് ഈ സർക്കാർ തന്നിരിക്കുന്നത്? അതെല്ലാം ചോദിക്കുന്നവർക്ക് അത് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ്. പക്ഷേ ഇതെല്ലാം ചിന്തിക്കുന്ന ആൾക്കാർ ഒരിക്കലും BJPക്ക് വീണ്ടും വോട്ട് കൊടുക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാനാകില്ലെന്ന് ദേവഗൌഡയുടെയും ഗുജറാളിന്റെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി തരൂർ പറയുന്നു. നേതൃത്വം വെറും പല നേതാക്കളുടെ ഇടയിൽ ഒരാൾക്ക് കൊടുക്കുന്നു മാത്രമാണ്. പക്ഷേ പാർട്ടിയാണ് പാർലമെൻ്ററി സിസ്റ്റമിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ സ്ഥിതിയിൽ നമ്മളുടെ മുന്നണിയിൽ ഒരു പാർട്ടിയല്ല 10-20 പാർട്ടിയാണ്. അപ്പോൾ അവസാനത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കും. ഇതിന് വലിയ അതിശയകാര്യമില്ല. നമ്മൾക്കിത് പലതവണ കണ്ടതാണ്. ദേവഗൌഡ പ്രധാനമന്ത്രി ആയപ്പോൾ, ഗുജറാത്ത് പ്രധാനമന്ത്രി ആയപ്പോൾ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയപ്പോൾ നമ്മൾ ആരും ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ വോട്ട് ചെയ്തത്. നമ്മളുടെ പാർട്ടിയും വിശ്വാസവും ചില പാർട്ടിയുടെ എതിരുമുള്ളൊരു വോട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജയിച്ചവർ ഈ ആൾക്കാരെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇനിയും സംഭവിക്കാമാണ്. നമ്മൾക്ക് എല്ലാം ഞാൻ കേട്ടിട്ട് 10 വർഷം പഴകി. ശ്രീ മോദിയുടെ പെരുമാറ്റം തന്നെ അങ്ങനെയാണ്.
പക്ഷെ അങ്ങനെ ആവണം നിർബന്ധമില്ല. പാർലമെന്ററി സിസ്റ്റമിൽ ആൾക്കാർ ജയിക്കട്ടെ, അവർ നേതാവിനെ കണ്ടുപിടിക്കും. അതേസമയം ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയിലുണ്ടാക്കിയ രാഷ്ട്രീയ പക്വതയും തരൂർ ചൂണ്ടിക്കാട്ടുകയാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഇമേജേ മാറിപ്പോയി. BJP-ക്കാർ കുറേ വർഷങ്ങളായിട്ട് ആ ഇമേജിനെ മോശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ അവർക്കത് ചെയ്യാനും കൂടി സാധിച്ചു. പക്ഷേ ഇതോടെ അതിൽ ഒരു പുതിയ ഇമേജ് വന്നു. ഒരു ജനകീയ നേതാവായിട്ട്, ഒരു ധൈര്യമുള്ള നേതാവായിട്ട്, സംസാരിക്കാൻ സാധിക്കുന്ന നേതാവായിട്ട്, ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അവരൊപ്പം സമ്പർക്കം ചെയ്യാൻ കഴിവുള്ള നേതാവ്. അതൊക്കെയല്ലേ വേണ്ടത് ജനങ്ങൾക്ക്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അകത്തുള്ള പ്രവർത്തകരുടെ എല്ലാം വെച്ച് ഫേവറേറ്റ് ചോയ്സ് അദ്ദേഹം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ ജോലി ആഗ്രഹിക്കുന്ന അദ്ദേഹം എന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നൊരു സംശയമില്ല. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ദേശീയ ഏജൻസികളെ ഉപയോഗിക്കുന്ന BJP-യുടെ ജനദ്രോഹ നയങ്ങൾ ജനം തിരിച്ചറിയുമെന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജനവികാരം പ്രതിഫലിക്കുമെന്നും ശശി തരൂർ അവകാശപ്പെടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.